എല്ലാവർക്കും നമസ്കാരം. ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ മലയാളി വായനക്കാരുടെ ഇടയിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറിയിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനെ പറ്റിയോ, ഇതിന്റെ ഇതിവൃത്തത്തെ പറ്റിയോ, മല്ലിയെ പറ്റിയോ, പാട്ടിയെ പറ്റിയോ, ശ്രീറാമിനെ പറ്റിയോ ഒന്നുമല്ല. എനിക്ക് സംസാരിക്കാനുള്ളത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം എഴുതിയ അതുപോലെ തന്നെ 2018 എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ അഖിൽ പി ധർമ്മജൻ എന്ന എൻ്റെ പ്രിയ സുഹൃത്തിനെ പറ്റിയാണ്. ഏകദേശം 2015-2016 ഈ കാലഘട്ടം മുതൽ അഖില് എൻ്റെ സുഹൃത്താണ് കേട്ടോ. ഫേസ്ബുക്കിൽ അന്ന് അഖില് ഇത്രയും ഒന്നും എത്തിയിട്ടില്ല. ഓജോ ബോർഡായിരുന്നു അഖിലിൻ്റെ ആദ്യത്തെ പുസ്തകം. ഓജോ ബോർഡ് എഴുതി പബ്ലിഷ് ചെയ്ത് അതിൻ്റെ തിരക്കുകളിലും അതിൻ്റെ ചെറിയ ചെറിയ തിരക്കുകളിലും അതിൻ്റെ സന്തോഷങ്ങളിലുമൊക്കെ അഭിരമിച്ചിരുന്ന ഒരു അഖില് ആയിരുന്നു ആ സമയത്ത്. അപ്പം അന്നേരം മുതൽ തന്നെ അഖില് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ്. അഖിൽ കഷ്ടപ്പെട്ട് പുസ്തകം ഇറക്കിയത് എങ്ങനെയാന്ന് ഇപ്പോൾ അഖിലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം. 2008 മുതൽ അദ്ദേഹം ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ പുസ്തകം ഒരുപാട് പബ്ലിഷേഴ്സിനെ സമീപിച്ച് പബ്ലിഷ് ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തും അതേപോലെ ലിറ്ററലി അവരുടെ കരഞ്ഞ് കാല് പിടിച്ചുമൊക്കെ നടന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. നമുക്ക് പബ്ലിഷേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ആഗ്രഹിക്കുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അതല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, കണ്ടന്റ് ഉള്ള ഒരു പുസ്തകം, അതല്ലെങ്കിൽ അവർക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള ഒരു പുസ്തകം. ഇത്രയും കാര്യങ്ങളാണ് അവർ ഒരു എഴുത്തുകാരിൽ നിന്നോ ഒരു പുസ്തകത്തിൽ നിന്നോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പുതിയതായിട്ട് വരുന്ന ഒരു എഴുത്തുകാരനെയോ പുതിയതായിട്ട് വരുന്ന ഒരു അഭിനേതാവിൻ്റെ സിനിമ കാണണോ വേണ്ടയോ എന്ന് ശങ്കിക്കുന്ന പോലെ തന്നെയാണ് പുതിയ ഒരു എഴുത്തുകാരൻ തൻ്റെ ആദ്യ പുസ്തകവുമായിട്ട് വരുമ്പോൾ പബ്ലിഷേഴ്സ് അതിനെ സമീപിക്കുന്ന രീതിയും. അത് അൺഫോർച്ചുനേറ്റ്ലി അഖിലിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു പബ്ലിഷേഴ്സും അന്ന് തയ്യാറായില്ല. അദ്ദേഹം ചെയ്തത് തൻ്റെ പുസ്തകം 2015 സ്വന്തമായി എഡിറ്റ് ചെയ്ത് അങ്ങ് പബ്ലിഷ് ചെയ്തു. എന്നിട്ട് അത് കടപ്പുറത്തും ബീച്ചിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ തനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും അഖില് കൊണ്ടു നടന്ന് വിറ്റു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കടലയും അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കൗതുക വസ്തുക്കളൊക്കെ കൊട്ടയിലും കവറിലുമൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പുസ്തകം വിൽക്കുന്ന, അതും എഴുത്തുകാരൻ തന്നെ തൻ്റെ സ്വന്തം പുസ്തകം കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കി. അങ്ങനെ ആ നിലയിൽ നിന്ന് ഇന്നത്തെ 2018 തിരക്കഥയ്ക്ക് കഴിഞ്ഞ ദിവസം വനിതാ ഫിലിം ഫെയർ അവാർഡ് 2024 അഖിലിന് ലഭിച്ചു. ആ നില വരെ എത്തിയത് അഖില് ഇങ്ങനെയാണ്. അഖിലിന്റെ തുടക്കകാലം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന ആപ്തവാക്യം മനസ്സാൽ ഉൾക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് സ്ട്രഗിൾ ചെയ്ത് ഓരോ മുന്നോട്ടുള്ള തൻ്റെ ഓരോ വഴിയിലും തനിക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ജീവിച്ചും അതുപോലെ തന്നെ അതിന് പരിശ്രമിച്ചും ഇതുവരെ എത്തിയ വ്യക്തിയാണ് അഖിൽ. അഖിലിന്റെ ആദ്യ പുസ്തകം ഓജോ ബോർഡ് ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ പുസ്തകം മെർക്കുറി ഐലൻഡ്, മൂന്നാമതാണ് റാം കെയർ ഓഫ് ആനന്ദി. ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിക്കുന്നത് 2021 ജനുവരിയിലാണ്. അന്ന് ഇത്രയും പബ്ലിസിറ്റി ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അതിനു മുമ്പ് തന്നെ അഖില് 2018 വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അഖില് കുറച്ചും കൂടി പ്രശസ്തനായതും അതുപോലെ തന്നെ അഖിൽ ആഗ്രഹിച്ച ജീവിതം അഖിലിന് സ്വന്തമായി ലഭിച്ചതും ഇപ്പൊ ഈ അടുത്ത കാലത്താണ്. അത് റാം കെയർ ഓഫ് ആനന്ദിയിൽ നിന്നാണ് എന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിന് വേണ്ടി, എഴുത്തിന് വേണ്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ജനറേഷനിൽ പുസ്തകം എഴുതിയ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. സിവിക്ക്, അതുപോലെ തന്നെ വിപിൻ, ആശിഷ്, സാറ, ഹരിത, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പരിശ്രമങ്ങളെ നിസ്സാരവൽക്കരിച്ച് പറയല്ല ഞാൻ. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എൻ്റെ പുസ്തകം, അതല്ലെങ്കിൽ എൻ്റെ എഴുത്ത് 10 പേരറിയണം, എനിക്ക് എഴുത്തിലൂടെ തന്നെ അറിയപ്പെടണം, എഴുത്തുകാരനായി തന്നെ അറിയപ്പെടണം, അതും അല്ലെങ്കിൽ എഴുത്തിലൂടെ കിട്ടുന്ന കലയിൽ
തന്നെ എൻ്റെ പേര് അറിയപ്പെടണമെന്ന് വാശിയുള്ളതുപോലെ അഖില് ഓരോ തവണയും ശ്രമിച്ച് തൻ്റെ പുസ്തകം ഏറ്റവും ആദ്യം റിജക്റ്റ് ചെയ്ത പബ്ലിഷേഴ്സിനെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് തൻ്റെ പുസ്തകത്തിന് വേണ്ടി ക്യൂ നിൽപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആരോടും പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മറ്റേതൊരു സക്സസ്ഫുൾ ആയ കലാകാരനെയും പോലെ ഭയങ്കര ഹമ്പിളാണ് അഖില്. അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി റാം കെയർ ഓഫ് ആനന്ദിയുടെ സക്സസിനെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ശശി തരൂർ സാറ് അദ്ദേഹത്തിന് നമ്മുടെ അഖിലിനെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി, 2 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് ഇടയിൽ രമേശ് ചെന്നിത്തല സാറ് റാം കെയർ ഓഫ് ആനന്ദിയെ പറ്റി പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മളുടെ LDF ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയും അതുപോലെ ഷെഫ് പിള്ള, അമുൽ, നെല്ലറ, പിന്നെ ഒരുപാട് ബ്രാൻഡുകൾ, മിൽമ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ തങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ബെസ്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ റാം കെയർ ഓഫ് ആനന്ദിയുടെ കവറ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹരിൻ കൈരളി പുന്നപ്ര, അതുപോലെ തന്നെ വിഷ്ണു ഉദയകുമാർ. ഇത് രണ്ടും അഖിലിന്റെ പ്രിയ സുഹൃത്തുക്കളാണ് കേട്ടോ. ഇതിൽ ഹരിൻ എന്റെയും സുഹൃത്താണ്. എന്ത് രസമല്ലേ ഈ കവർ കാണാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് ഈ കവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഒരു ചെറിയ ഇതിവൃത്തം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ പാട്ടിയുണ്ട്, റാമുണ്ട്, രേഷ്മയുണ്ട്, അങ്ങനെ നല്ല രസമായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 39-40 ലക്കമായി ഇപ്പൊ ഈ പുസ്തകം എത്തി നിൽക്കുന്നത്. ഇതുവരെയും അവർ ഇതിന്റെ കവർ മാറ്റിയിട്ടില്ല. ഈ സെയിം കവറിലാണ് ഈ പുസ്തകം ഇപ്പോഴും ഓരോ പതിപ്പും ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണ് കേട്ടോ. ഈ ഇലക്ഷൻ പ്രചരണത്തിനും അതുപോലെ തന്നെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഈ കവർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഹരിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിൽ, അതുപോലെ കലാജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലേഴ്സിൽ ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിൽ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി എത്തി നിൽക്കുകയാണ്. ഒരു മലയാള പുസ്തകം അങ്ങനെ ബെസ്റ്റ് സെല്ലേഴ്സിന്റെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം എന്ന രീതിയിൽ എത്തുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാൻ ഇതൊരു കാര്യം തന്നെയാണ് അല്ലെ. ഇതിലും വലിയ കാര്യമില്ലെന്നല്ല, പക്ഷെ ഇതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വായിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഖിൽ ഇപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചില ഇന്റർവ്യൂസിൽ കാണാൻ സാധിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ അഖിലിന്റെ ഓരോ മൈൽ സ്റ്റോണും ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. റാം കെയർ ഓഫ് ആനന്ദി തമിഴിൽ വരുന്നു, ഇംഗ്ലീഷിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ജനറേഷനിൽ എഴുത്തിന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത, എഴുത്തിന്റെ വഴികൾ വെട്ടിപ്പിടിച്ച, പറയപ്പെട്ട സപ്പോർട്ടോ അതല്ലെങ്കിൽ കൂട്ടുകാരോ ഒന്നുമില്ലാതെ തന്നെ തനിക്ക് എന്താണോ വേണ്ടത് അത് എത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണത്. പിന്നെ 2-3 സ്ഥലത്ത് കണ്ടു ഈ റാം കെയർ ഓഫ് ആനന്ദി ക്രിഞ്ചാണ്, അതേപോലെ തന്നെ പൈങ്കിളിയാണ് എന്നൊക്കെ. ജീവിതം ക്രിഞ്ചും പൈങ്കിളിയും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ബോറിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആഘോഷിച്ചൊരു ഡയലോഗാണല്ലോ, അമ്മേ പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ എന്ന് പറയുന്നത്. ഈ പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡും അമ്മ ഒരു ചായ എന്ന് പറയുന്നത് ക്രിഞ്ചുമായി പോകുന്ന സിറ്റുവേഷനാണ്. അപ്പം പ്രണയം അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ക്രിഞ്ചായിരിക്കാം, ചിലപ്പോഴൊക്കെ പൈങ്കിളിയായിരിക്കാം. അതിലും ഒരു ഭംഗിയുണ്ട്. പാർട്ട്ണർ പ്രസവിക്കാൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ക്രിഞ്ചാണ് അല്ലേ. പകരം ഒരു ടെൻഷനും ഇല്ലാതെ വീട്ടിൽ പൊതിച്ച് മൂടി കിടക്കുന്ന ഹസ്ബൻഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡും. ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ഇപ്പം നമ്മൾ മലയാളികൾ എത്തുന്നുണ്ട്. അപ്പം അത് പലരുടെയും ഒപ്പീനിയനാണ്. ഒപ്പീനിയനെ നമ്മൾ വിലമതിക്കണമല്ലോ. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എഴുത്തുകാരൻ നടന്നു വന്ന അല്ലെങ്കിൽ പതുക്കെ 2008 മുതൽ 2008 തോന്നുന്നു അഖില് ഈ പുസ്തകം, തൻ്റെ ആദ്യത്തെ പുസ്തകം കേട്ടോ, ഓജോ ബോർഡ് എഴുതി പൂർത്തിയാക്കിയത്. അവിടെ നിന്ന് 2008 മുതൽ 2024 വരെ അഖില് എത്തി നിൽക്കുന്ന ഒരു യാത്രയുടെ ഒരു ജേണിയുടെ
ഒരു എന്താ പറയാ, ക്രിഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ നാട്ടുകാരുടെ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിഞ്ച്. ഒരു വസ്തുതയുണ്ട്, അഖിൽ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് അത് അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഡിസേർവ് ചെയ്യാതെ എനിക്ക് എല്ലാം ഇങ്ങോട്ട് എനിക്ക് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുതരും എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അഖിൽ എത്തി നിൽക്കുന്ന ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. റാം കെയർ ഓഫ് ആനന്ദിയുടെ തുടക്കത്തിൽ അഖിൽ ഒരു ക്യാപ്ഷൻ പോലെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ചെന്നൈ ഉങ്ങളെ അൻപുടർ വരവേൽക്കുന്നത് എന്ന് പറയുന്നത്. അഖിലിനോട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. എഴുത്തുകാരനായിട്ട് അറിയപ്പെടുക, അക്ഷരങ്ങളുടെ ഉടയവനായിട്ട് അറിയപ്പെടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു അഖിലിന്റെ സ്കൂൾ ടൈം കാലഘട്ടം മുതൽ അഖിലിന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹിച്ച ജീവിതം, അക്ഷരങ്ങളുടെ അറിയപ്പെടുക എന്നുള്ള തൻ്റെ ആഗ്രഹിച്ച ജീവിതം ഉങ്ങളെ അൻപുട് വരവേൽക്കുന്നത്. എല്ലാ ആശംസകളും ജീവിതത്തിൽ എഴുത്തിലൂടെയും അതുപോലെ പുസ്തകങ്ങളിലൂടെയും സിനിമയിലൂടെയും ഒരുപാട് അറിയപ്പെടാൻ സാധിക്കട്ടെ. ഇപ്പോൾ അഖിലിനുള്ള ഈ നന്മയും അതേപോലെ ഈ ഹമ്പിളായിട്ടുള്ള ബിഹേവിയറും എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. നമ്മുടെ ജനറേഷനിലുള്ള ഒരുപാട് എഴുത്ത് ജീവിതവും സ്വപ്നം കാണുന്ന ഒരുപാട് പേർക്ക് അഖിൽ ഒരു മോട്ടിവേഷനാണ്. അപ്പം എല്ലാവിധ ആശംസകളും. ബൈ.